നമുക്ക് നിധിയുടെ സുധീഷിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് സുഭാഷ് സുധീഷിനോട് പറഞ്ഞു, എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പോലീസുകാരൻ നിന്നെ അടിച്ചു, അതവിടെ കൊണ്ട് തീർന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇനി ഇപ്പൊ പോലീസുകാരൻ നിനക്ക് പോയി തല്ലാൻ പറ്റുമോ തിരിച്ച്? ഇല്ലല്ലോ. അതിന്റെ പേര് വീട്ടിൽ വന്ന് കിടന്നു ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇങ്ങനെ തുടരാനാ ഭാവമെങ്കിൽ നിധിയെ ഞാൻ വല്ല ഹോസ്റ്റലിലും കൊണ്ടേ ആക്കുമെന്ന് പറഞ്ഞു. അതിനൊരു മാറ്റമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധീഷ് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഹരീഷും പോവുകയാണ്. അപ്പോഴേക്കും നിധി പറഞ്ഞു, സുഭാഷേണ്ണ അറിയാലോ, ആ വഴക്ക് തീർക്കാൻ വേണ്ടിയാ ഞാൻ പാത്രം എടുത്തെറിഞ്ഞെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി മോളെ, നീ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് നിധിയെ സമാധാനിപ്പിച്ചു. പിന്നീട് സുധീഷ് നേരെ പോയത് ബാറിലേക്കാണ്. അങ്ങനെ ബാറിൽ ചെന്നിരുന്നിങ്ങനെ ആലോചിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയില്ല. സുധീഷ് ബിയറിനൊക്കെ ഓർഡർ ചെയ്തിരുന്ന് ഇരിക്കുന്ന സമയത്ത് സുധീഷിനെ മനസ്സിലാക്കി പോലീസുകാർ തന്നെ തല്ലുന്ന രംഗങ്ങളൊക്കെയാണ്. നിധി അതൊക്കെ നോക്കി നിൽക്കുന്ന ആകെപ്പാടെ നാണക്കേടായിപ്പോയി. എന്നിട്ടോ വീണ്ടും വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് അതിനേക്കാളും വലിയ പ്രശ്നം. അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാസ്കരൻ അങ്ങോട്ടേക്ക് വരുന്നത്. എടാ മോനെ, നിനക്കെന്താ ഇവിടെ കാര്യം എന്ന് ചോദിച്ചു. ഒരു നിമിഷം സുധീഷ് ഞെട്ടലോടെ ഭാസ്കരനെ നോക്കുവാണ്. അപ്പോഴേക്കും ഭാസ്കരൻ ചോദിച്ചു, എന്താണ് ഇവിടെ കാര്യം? ഓ, ഇത്തിരി മനസമാധാനത്തിന് വേണ്ടി വന്നാന്ന് പറഞ്ഞു. മനസമാധാനത്തിന് വേണ്ടിട്ടോ? എന്താ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടോ, വരുവിൻ കുടിപ്പിൻ മനസമാധാനം കൊണ്ടുപോകാനായിട്ട്? എടാ നിനക്കെന്താ തലയ്ക്ക് ഓളം ഉണ്ടോയെന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് പറഞ്ഞു, നിങ്ങളൊന്നും മിണ്ടാതെ പോകുന്നുണ്ടോ? പിന്നെ പോന്ന് പറയാനായിട്ട് ഇത് നിന്റെ വീടൊന്നും അല്ല, എപ്പോഴും അങ്ങനെ പറയാനായിട്ട്. എടാ മോനെ, ബാറിൽ വിളിച്ച് ഉപദേശിക്കുമെന്ന് കരുതരുത്, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഇച്ചിരി സമാധാനമൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ നാളെയും മദ്യമില്ലാതെ വന്നു കഴിയുമ്പോഴത്തേനും ഉള്ള മനസ്സമാധാനം അങ്ങോട്ട് പോകും. പിന്നെ മദ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും സമാധാനക്കേട്. അതൊക്കെ ഇപ്പോഴേ നീ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അത് ഭാവി പ്രശ്നം ചെയ്യുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ? മിണ്ടാതെ പോവാനോ? നിനക്കൊരു കഥ അറിയണോ? ഒരു തിരുമേനി കാട്ടിപ്പോയി ഒരു മാടനെ പിടിച്ചോണ്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് മാടൻ ചോദിച്ചു, സ്ഥലം ഇത് എവിടെ എത്തിയെന്ന് ചോദിച്ചു. തിരുമേനി ഒരു സ്ഥലം അങ്ങോട്ട് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ചോദിച്ചു, വീണ്ടും സ്ഥലം പറഞ്ഞു, വീണ്ടും ചോദിച്ചു, വീണ്ടും പറഞ്ഞു. ഒടുവിലാണ് തിരുമേനിക്ക് മനസ്സിലായത് താൻ ഇപ്പോഴും അവിടെ തന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുവാന്ന്. എന്ന് പറഞ്ഞ പോലെയാ, ഈ മദ്യം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അവിടെ തന്നെ വീണ്ടും വരും, വീണ്ടും ഇങ്ങനെ നിന്ന് കറങ്ങേണ്ടതായിട്ട് വരും. മദ്യം നിന്നെ മയക്കെടുക്കുമെന്ന് പറഞ്ഞു. ഓഹ്, ഇതിനേക്കാളും ഭേദം ആ വീട് തന്നെയായിരുന്നു. മനുഷ്യ ഒരു സമാധാനം കിട്ടുന്നില്ല, വല്ല റെയിൽവേ ട്രാക്കിലും പോയി തല വെച്ചാൽ മതിയായിരുന്നു എന്നും പറഞ്ഞു ദേഷ്യപ്പെട്ട് സുധീഷ് അങ്ങോട്ട് എഴുന്നേറ്റ് പോകുമ്പോഴത്തേനും ഭാസ്കരൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു, എന്തേലും വള്ളിയാണോന്ന് ചോദിച്ചു. ഇതെൻ്റെ ഫ്രണ്ടാ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഭാസ്കരൻ്റെ ഒടുവിൽ അവിടേക്ക് വന്നിരിക്കുമ്പോഴത്തേനും സുധീഷിനുള്ള ബീറുമായിട്ട് വേറെ അങ്ങോട്ട് വന്നു. ഈ സമയത്ത് സ്റ്റാഫിനോട് പറഞ്ഞു, അതും കൂടെ ഇങ്ങോട്ടേക്ക് വെച്ചേരാൻ, ഞാൻ പൈസ തന്നേക്കാന്ന് പറഞ്ഞു. പിന്നീട് ഭാസ്കരൻ കൂട്ടുകാരനോട് പറഞ്ഞു, ചിലരുടെയൊക്കെ വിചാരം ഇവിടെ വന്നു കഴിഞ്ഞാൽ സമാധാനം കിട്ടുന്ന, മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടും കുടുംബ പ്രശ്നം തീർക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരുന്ന് മദ്യപിക്കുന്നത്. പക്ഷേ അങ്ങനെ മദ്യപിച്ചാലൊന്നും കുടുംബ പ്രശ്നം മാറാനോ മനസ്സമാധാനം കിട്ടാനോ പോകുന്നില്ലെന്നുള്ള കാര്യമൊന്നും അവർക്കറിയത്തില്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സമാധാനത്തോടു കൂടി ഭാസ്കരൻ അവിടെ ഇരുന്ന് കുടിക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നികേഷ് ടി വിയുടെ റിമോട്ട് അവിടെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ സുഭാഷിനോട് ചോദിച്ചു, എന്തിനാ സുഭാഷ് ഏട്ടാ ഈ വർക്കാവില്ലാത്ത ടി വിയുടെ റിമോട്ട് ഇവിടെ കൊണ്ടാ വെച്ചേക്കണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, എടാ നീ അതങ്ങോട്ട് മാറ്റി വെച്ചേരെ സുഭാഷ് ഏട്ടാ, നമുക്ക് നല്ലൊരു ടി വി മേടിക്കണമെന്ന് പറഞ്ഞു. മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഹരീഷിൻ്റെ വരവ്. ഹരീഷ് വന്നിട്ട് സുഭാഷിനോട് പറഞ്ഞു, സുഭാഷ് ഏട്ടാ സോറി ഇട്ടോന്ന് പറഞ്ഞു. എന്തിന്? നീ എന്നോട് എന്തിനാ സോറി പറയണേ? എടാ ഇവിടെ മുമ്പത്തെ പോലെയല്ല, ഒരു പെണ്ണും കൂടെ അവിടെ നിന്നുള്ള ചിന്ത വേണം, അതൊക്കെ നിനക്ക് വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു. അത് എന്നോട് സോറി പറയണ്ടെന്ന് പറഞ്ഞു. പറയേണ്ടോട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഹരീഷ് എന്നിട്ട് നിധിയോട് പറഞ്ഞു, നിധി അടുത്ത് സോറി ഇട്ടോന്ന് പറഞ്ഞു. ഞാനൊന്നും കേട്ടില്ല എന്ന് പറഞ്ഞു. സോറി എന്ന് പറയണം. ചാടി എഴുന്നേറ്റ് നിധി, മതി, അതെ ഇനിയെങ്കിലും ഇങ്ങനെ ഈ വഴക്കും പ്രശ്നമൊക്കെ ഒന്ന് തീർക്കണം. നാണമില്ല ഈ കുഞ്ഞു കുട്ടികളെ പോലെ. അല്ല അത് പിന്നെ ഞങ്ങൾ പണ്ട് മുതലുള്ള വഴക്ക് വന്നു പറഞ്ഞു. എന്ത് വഴക്കം? ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നോ അതാണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് സുധീഷ് അങ്ങോട്ടേക്ക് വരുന്നത്. സുധീഷ് വന്നിട്ട് ആ ടേബിളിൽ നിന്ന് ഒരു കുപ്പിക്കകത്ത് കുറച്ച് വെള്ളം ഇരിപ്പുണ്ടായിരുന്നു, അത് മൊത്തത്തോടെ അങ്ങോട്ട് കുടിക്കുവാണ്. നികേഷ് പറഞ്ഞു, ഇത്തിരി പതുക്കെ കുടിക്കാൻ പറഞ്ഞു. അതൊന്നും സുധീഷ് കേട്ടില്ല. അങ്ങനെ കുടിച്ചു കഴിഞ്ഞിട്ട് കുപ്പി അങ്ങോട്ട് കൊടുത്തു. അതിനുശേഷം സുഭാഷിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സുഭാഷ് ഏട്ടാ അത് പിന്നെ പോലീസുകാരുടെ തല്ലും പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഹരീഷിൻ്റെ ചോദ്യം എല്ലാം കൂടെ കേട്ടിഞ്ഞപ്പോൾ എനിക്ക് സമനില തെറ്റി, അതാ ഞാൻ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുഭാഷ് പറഞ്ഞു, എടാ നിനക്കൊക്കെ നാണമുണ്ടോ? എടാ അവിടെയുള്ള പ്രശ്നത്തിന് നീ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കിയതുകൊണ്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. നീ അതൊന്നും മനസ്സിലാക്കാതെയാന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ല സുഭാഷ് ഏട്ടാ, തലയിലേക്ക് കയറുന്നവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പോഴേക്കും നിധിയുടെ അടുത്തേക്ക് വന്നു സുധീഷ്. നിധി പറഞ്ഞു, ഇത്രയെങ്കിലും ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുമോ? അതെങ്ങനെയാ? വീട്ടിൽ വന്ന് കിടന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കും, തല്ലും വഴക്കം ഉണ്ടാക്കും. ഓ നിന്റെ വീട്ടിൽ പിന്നെ അതൊന്നും ഇല്ലല്ലോ. അവിടെ പിന്നെ എല്ലാവരും ഭയങ്കര സ്നേഹത്തിലായിരുന്നല്ലോ.
എന്തേലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തട്ടിക്കളയത്തല്ലേ ഉള്ളെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം സുഭാഷ് സുധീഷിനെ വിളിച്ച് എടാ വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. നീതി പറഞ്ഞു അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണല്ലോ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നേ. പക്ഷേ ഈ വീട്ടിൽ വഴക്കും പിളക്കും ഒന്നും വേണ്ട. അത് കേട്ടപ്പം സുധീഷ് പറഞ്ഞു ശരി സമ്മതിച്ചു, സോറി കേട്ടോ എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നോ ഇനി ഞാൻ ഒന്നിനും ഇല്ലേന്ന് പറഞ്ഞു. അതെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി വഴക്കുണ്ടാക്കുവാണെങ്കിൽ അതിന് തക്കതായ ശിക്ഷ കൊടുക്കണം, അല്ലെങ്കിലേ ശരിയാത്തില്ലെന്ന് പറഞ്ഞു. അതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സുധീഷ് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആ സമയം ഹരീഷ് ഇങ്ങനെ നോക്കുവാണ്. നിധി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഹരീഷും ആ പിന്നാലെ അങ്ങോട്ട് പോയി. നിധിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. കുറച്ചു മുമ്പ് രണ്ടുപേരും കൂടെ ഭയങ്കര വഴക്കായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാം ശാന്ത പോയതുപോലെയാണ് രണ്ടുപേരുടെയും പെരുമാറ്റം. രണ്ടുപേരും ഒന്ന് സോറിയൊക്കെ പറഞ്ഞല്ലോ. പിന്നീട് സുധീഷ് പുറത്തൊരു മാവഞ്ചോടുണ്ട്, അവിടെ പോയിരിക്കുമ്പോഴത്തേനും ഹരീഷ് അങ്ങോട്ട് ചെന്നു. ഹരീഷ് എന്ന് സുധീഷിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സുധീഷിനോട് ഹരീഷ് പറഞ്ഞു അതെ ഏട്ടാ ഒരു കാര്യമുണ്ട്, ഒരു വണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. വണ്ടിയോ? അതെ ഒരു സ്കൂട്ടി വന്നിട്ടുണ്ട്, സെക്കൻഡാ. എങ്ങനെയാ നോക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു. എങ്ങനെയാടാ വല്ല തല്ലിപ്പൊളിയാണോന്ന് ചോദിച്ചു. തല്ലിപ്പൊളിയൊന്നും അല്ല, വേണമെങ്കിൽ മതിയെന്ന് പറഞ്ഞു. അല്ല നീ ആയതുകൊണ്ട് പറഞ്ഞാ, ഇനി ഞാൻ ചിലപ്പോൾ നിധിക്ക് തല്ലിപ്പൊളി വണ്ടി വാങ്ങിച്ചു കൊടുക്കാനായിട്ട് നീ ചിലപ്പോൾ അങ്ങനെ പല നമ്പരും ഇടും. പിന്നെ എനിക്ക് അതിൻ്റെ ആവശ്യം എന്താ? അല്ല അവർ ചോദിക്കുന്ന വില എന്താടാ? അവർ നല്ല എമൗണ്ട് ചോദിക്കുമായിരിക്കും, എന്നാലും നമുക്ക് താഴ്ത്തി ചോദിച്ചു നോക്കാം, കിട്ടുവാണെങ്കിൽ നല്ല കാര്യമാണ് സുധീഷ് ഏണെന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നോക്കാം, നാളെ തന്നെ നമുക്ക് നോക്കിയേക്കാന്ന് പറഞ്ഞു. പിന്നീട് സുധീഷ് ഹരീഷിനോട് പറഞ്ഞടാ അപ്പോഴത്തെ ആ ദേഷ്യത്തിന് ഞാൻ എങ്ങനെ പെരുമാറിയത് നീ ഒന്നും മനസ്സ് വെച്ചേക്കല്ലെന്ന് പറഞ്ഞു. അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് അവിടെ. ആ സമയത്ത് നിധി അങ്ങോട്ടേക്ക് വന്ന് ആ കാഴ്ച കണ്ടേ. നിധി പെട്ടെന്ന് തന്നെ അകത്ത് പോയി സുഭാഷിനെ നികേഷിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് കാണിക്കുവാണ്. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു ഇത് ഇവരുടെ പതിവാ, വലിയ തല്ലുണ്ടാക്കും. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും അടയും ചക്കരയും പോലെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതാണ്, നമ്മൾ ഇടപെടാതിരിക്കാവോ? അതന്നെ നല്ല സമാധാനം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം നല്ല ഉറക്കത്തിലായിരുന്നു സുധീഷ്. പെട്ടെന്നൊരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു. നോക്കിക്കഴിഞ്ഞപ്പോൾ നേരം വെളുത്തു. നേരം വെളുത്തോ? അപ്പോഴേക്കും ഹരീഷ് നല്ല ഉറക്കത്തിലായിരുന്നു. ഹരീഷിനെ നോക്കി 2 പ്രാവശ്യം വിളിച്ചു. പക്ഷേ ഹരീഷ് എഴുന്നേറ്റില്ല. എടാ എഴുന്നേക്കടാന്ന് പറഞ്ഞു. പക്ഷെ എഴുന്നേറ്റില്ല. സുധീഷ് പെട്ടെന്ന് പോയി കുറച്ച് മൊന്തയ്ക്കകത്ത് വെള്ളം എടുത്തിരുന്നത് ഹരീഷിൻ്റെ മുഖത്തേക്ക് ഒഴിക്കുവാണ്. ഹരീഷ് ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു എന്ത് പരിപാടിയാടാ കാണിക്കണേ? എന്ത് പരിപാടി? നേരെ ചൊവ്വ ഉറങ്ങാൻ സമ്മതിക്കില്ലെന്ന് ചോദിച്ചു. അയ്യോ എടാ ഒന്ന് എഴുന്നേറ്റ് വാടാ പ്ലീസ്. എന്തിന്? എടാ വർക്ക്ഷോപ്പിൽ വണ്ടി നോക്കണ്ടേ? എൻ്റെ പൊന്നെ അതിന് സമയമുണ്ട്, കുറച്ചുകൂടെ കഴിയട്ടെ. അതിൻ്റെ ഓണർ എഴുന്നേറ്റിട്ട് പോലും കാണത്തില്ല. അതൊക്കെ എഴുന്നേറ്റ് വന്നോളും, നീ ഒന്ന് വന്നേന്ന് പറഞ്ഞു. അങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി ബ്രഷ് ചെയ്യാൻ കൊണ്ടേ നിർത്തുവാണ്. ബ്രഷ് പതുക്കെ തേക്കുന്ന കണ്ടപ്പോഴത്തേനും സുധീഷ് പറഞ്ഞു ഒന്ന് പെട്ടെന്ന് തേക്കെൻ്റെ ഹരീഷേന്ന് പറഞ്ഞു. എൻ്റെ സുധീഷേട്ടാ ഒന്ന് തേക്കാനുള്ള സമയം തരാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ സുധീഷ് തന്നെ അവൻ്റെ വായിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുവാണ്. മുന്തയ്ക്കകത്ത് കൊണ്ടുപോയിട്ട് പെട്ടെന്ന് കുലുക്കൊഴിച്ച് കളയാം, സമയമില്ലാന്നും പറഞ്ഞിട്ട്. ഇത്ര ധൃതിയുടെ ആവശ്യമുണ്ടോ? പിന്നെ അല്ലാതെ. അവസാനം പറഞ്ഞു ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം. എടാ അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. പിന്നെ ബാത്റൂമിൽ പോകാതെ പോകാൻ പറ്റുമോ? ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. ബാത്റൂമിലും പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിധത്തിൽ സുധീഷ് അക്ഷമയോടെ കാത്ത് നിൽക്കുക. ഹരീഷ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിറങ്ങാൻ തുടങ്ങി. പുറത്തേക്ക് ഇറങ്ങിക്കുമ്പോഴത്തേന് സുഭാഷ് വരുന്നേ. സുഭാഷ് പാലൊക്കെ മേടിച്ചുകൊണ്ട് വരുവാണ്. എന്താണ് രണ്ടുപേരും കൂടെ രാവിലെ പോകുന്നേ? നിങ്ങളിത് അങ്ങോട്ട് പുറത്ത് പോകണമെന്ന് ചോദിച്ചു. ഒരു കാര്യം ചെയ്യും, ചായ കുടിച്ചിട്ട് പോകാൻ പറഞ്ഞു. ഹരീഷ് പറഞ്ഞാ അതെ നമുക്ക് ചായ കുടിച്ചിട്ട് വാ സുധീഷേട്ടാ. വേണ്ട ചായയൊക്കെ ഞാൻ പോകുന്ന വഴിക്ക് മേടിച്ചു വന്നോളാം, നീ ഇങ്ങോട്ട് വാ. ഇപ്പം അതൊന്നും അല്ല അത്യാവശ്യം, അതിനേക്കാളും വലിയ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷ് ചോദിച്ചു എന്താണ് ഇത്രയ്ക്ക് അത്യാവശ്യം? അതൊക്കെ സർപ്രൈസാ സുഭാഷേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് ഹരീഷിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. രണ്ടുപേരും കൂടെ വർക്ക്ഷോപ്പിലേക്ക് പോവുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഉച്ചയ്ക്ക് വരാട്ടോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിനെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.